Welcome back to my channel Art with Satija. Here we will discuss all about art. ഇന്ന് രാവിലെ തന്നെ നല്ലൊരു അടിപൊളി മോർണിംഗ് ആയിരുന്നു കേട്ടോ. നടക്കാൻ പോയതാണ്. നല്ല ഗ്രീനറിയാണ് ലേഔട്ടിൽ കേട്ടോ. അപ്പോൾ ജസ്റ്റ് നടക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഇന്ന് എന്താ ഒരു വീഡിയോ എടുക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇഷ്ടംപോലെ നല്ല മഴയുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ പൂക്കളും കുറേ ഇങ്ങനെ വീണ് താഴേക്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും നല്ലപോലെ റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സാധനം എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഡൂഡ്ലിംഗ് ആണ് കേട്ടോ. ഡൂഡ്ലിംഗ് എന്താണെന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ വരച്ച് നിങ്ങൾക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല ക്ലിയർ ആയിട്ടൊരു എന്താണ് ഡൂഡ്ലിംഗ് എന്നും അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകുന്നതൊക്കെ എന്നൊന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്കത് ഓർഡറിൽ പറഞ്ഞുതരാമെന്ന്. ഞാൻ ഡൂഡ്ലിംഗ് ചെയ്യാറുണ്ട്, പക്ഷേ അത് മറ്റുള്ളവർക്ക് എത്രമാത്രം അത് ഹെൽപ്ഫുൾ ആകുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഡൂഡ്ലിങ്ങിനെ കുറിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് നോക്കി. നല്ല നല്ല ടൈപ്പ് ഓഫ് ഡൂഡ്ലിങ്സ് ഒക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ കുറേ നോക്കി കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ തന്നെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഡൂഡ്ലിങ് ചെയ്യാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡൂഡ്ലിങ്സ് ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഫ്ലോറൽ ഡൂഡിൽസ് ഉണ്ട്, അബ്സ്ട്രാക്ട് ഡൂഡിൽസ് ഉണ്ട്, മൈൻഡ്ഫുൾ ഡൂഡിൽസ് ഉണ്ട്, ഡെയിലി ഒബ്ജക്റ്റ് ഡൂഡിൽസ് ഉണ്ട്. ഈ ഫ്ലോറൽ ഡൂഡിൽസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ചെറിയതിൽ ഏറ്റവും മിനിയേച്ചറായിട്ടും ഭംഗിയായിട്ടും വരയ്ക്കുന്നതിനെയാണ് ഫ്ലോറൽ ഡൂഡിൽസ് എന്ന് പറയുന്നത്. പിന്നെ അബ്സ്ട്രാക്ട് ഡൂഡിൽസ് ഉണ്ട്, അത് ലൈൻസും കേർവ്സും പാറ്റേൺസും ഒക്കെ വരുന്നതാണ് ഈ അബ്സ്ട്രാക്ട് ഡൂഡിൽസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് മൈൻഡ്ഫുൾ ഡൂഡിൽസ് ആണ്. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മ്യൂസിക്കൊക്കെ കേട്ട് ഒരു ചെറിയ ബ്രീത്തൊക്കെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ രീതിയിൽ പ്രത്യേകിച്ചൊരു പാറ്റേൺസ് ഒന്നും ഇല്ലാതെ നല്ല താളത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട് ഈ മൈൻഡ്ഫുൾ ഡൂഡിൽസ് എന്ന് പറയണം. അത് നമുക്ക് പാറ്റേണായിട്ടും ചെറിയ ചെറിയ പടങ്ങളായിട്ടും എന്ത് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അതേപോലെ ഡെയിലി ഒബ്ജക്ട്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇന്നൊരു മോർണിംഗിൽ നിങ്ങളൊരു കപ്പ് കാപ്പി കുടിച്ചപ്പോൾ ആ കപ്പിൻ്റെ ഷേപ്പിൽ നമുക്ക് വരയ്ക്കാം. അത് കഴിഞ്ഞ് നിങ്ങളൊരു പുസ്തകം വായിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ ചെറിയൊരു ബുക്ക്. പിന്നെ നിങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട സണ്ണ്, രാവിലെ ചിലപ്പോൾ ഗാർഡനിൽ പോയിക്കുമ്പോൾ ചെറിയൊരു കിളീനെ കണ്ടെങ്കിൽ അത്, അവിടെ കണ്ട ഫ്ലവർ, അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൈൻഡ് നല്ല റിലാക്സ് ആയിട്ടും ഗ്രൗണ്ടിങ് ടെക്നീക്സിനും ഒക്കെ ഇത് ഡൂഡ്ലിങ് ഭയങ്കര എഫക്റ്റീവാണ്. ആർട്ട് തെറാപ്പിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നീക്സാണ് ഡൂഡ്ലിങ്സ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഭയങ്കരമായിട്ട് നന്നായിട്ട് വരയ്ക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ആർട്ട് ജേർണലിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര എഫക്റ്റീവായ ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജേർണലിംഗ് ചെയ്യണവർ പോലും പല പ്രോംപ്റ്റ്ലി ഈ സാധനം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഭയങ്കര ബെനിഫിറ്റും ഉണ്ട് കേട്ടോ ഇതിന്. നല്ല പോലെ ഒരു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, അതാണ് മെയിനായിട്ട്. നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ ഡൂഡ്ലിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാര്യം മിക്കവാറും ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും നിങ്ങൾക്കില്ല. ഇന്തേ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു റെസ്ട്രിക്ഷനും ഡൂഡ്ലിങ്ങിലില്ല. അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാനും നിങ്ങളുടെ തോട്ടിൻ്റെ ഫ്ലോയിൽ അതിനനുസരിച്ച് ചെയ്യാനും ഡൂഡ്ലിങ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആർട്ട് തെറാപ്പിയിൽ കേട്ടോ. നല്ല പോലെ നിങ്ങൾക്കതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈസി ടു ഡു എനിവെയർ, എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. പിന്നെ ക്യാരക്ടർ ഡൂഡ്ലിംഗ് ഉണ്ട്. ആ ക്യാരക്ടർ ഡൂഡ്ലിംഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കത് വരയ്ക്കാൻ പറ്റും. അതാണ് ഈ ക്യാരക്ടർ ഡൂഡ്ലിംഗ് എന്ന് പറയുന്നത്. അതേപോലെ വേറൊരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് നിങ്ങൾക്കൊരു ചെറിയൊരു സ്കെച്ച് ബുക്കും വേണ്ടതൊരു സ്കെച്ച് ബുക്ക് വേണം. പിന്നെ ചെറിയൊരു ഫൈൻ ഔട്ട്ലൈനർ പെന്ന്, ബ്ലാക്ക് കളർ വേണം. പിന്നെ നിർബന്ധമില്ല കേട്ടോ, ബ്ലാക്ക് വേണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഞാൻ മെയിനായിട്ട് ബ്ലാക്കാണ് യൂസ് ചെയ്തിട്ട് അതിന് ചെറിയ ചെറിയ കളേഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ചെറിയ സ്പേസിൽ ചെറിയൊരു ആർട്ട് മെറ്റീരിയൽസ് ഒരു ചെറുതായിട്ടൊരു ബോക്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, വലിയ ബുക്ക് വേണമെന്നില്ല, ചെറിയ ആർട്ട് ബുക്കായാലും മതി. ഒരു 250 GSM ഒക്കെ ഇനഫാണ്. വെച്ചിട്ട് ചെറിയൊരു ബുക്ക്ലെറ്റ് മേടിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ ഡൂഡ്ലിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ വേണമെങ്കിൽ ആർക്കും, ഞാൻ അഗെയിൻ പറയുകയാണ്, ഇത് കുട്ടികൾക്ക് ചെയ്യാം, ടീനേജേഴ്സിന് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി പറയുവാണ്, ഈ ടീനേജേഴ്സിനൊക്കെ ഇത് ശരിക്കും നമ്മൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഡൂഡ്ലിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി അത് വെക്കാൻ പറ്റും. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാധനം ചെയ്യുമ്പോൾ ആരും നിങ്ങളവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ തോട്ട് എന്താണോ, നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണോ അതുപോലെ തന്നെ നിങ്ങൾക്കത് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാനൊരു 100 days ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
മാക്സിമം ഞാനത് 100 ഡേയ്സ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ 100 ഡേയ്സ് ഓഫ് ഡൂഡ്ലിങ് നമുക്കൊരു ചലഞ്ച് പോലെ ചെയ്യാം. 30 ഡേയ്സ് ആദ്യം ഞാൻ പ്ലാൻ ചെയ്ത് പിന്നെ തോന്നി വേണ്ട നമുക്കൊരു 100 ഡേയ്സ് പോലെ ഡേ 1 ഡേ 2 അങ്ങനെ തന്നെ നമുക്ക് പോവാം. ഇഷ്ടമുള്ള ആൾക്കാർക്ക് എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഡേ 1 തൊട്ട് ഓരോ ദിവസവും ഓരോ ഡൂഡ്ലിങ് ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ രാവിലെയോ ഏതെങ്കിലും ഒരു സമയം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടേതായ ഒരു മീ ടൈം നിങ്ങൾ ചൂസ് ചെയ്ത ശേഷം നിങ്ങൾ ആ ഒരു ബുക്ക് എടുക്കുക, പെൻസിലെടുത്തിട്ട് പതുക്കെ ഡൂഡ്ലിങ് ചെയ്യുക, ഔട്ട്ലൈൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണതെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൂഡ്ലിങ്ങിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു 100 ടോപ്പിക്സ് ഞാൻ എടുത്തിട്ട് 100 ടൈപ്പ് ഓഫ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ചലഞ്ചിൽ നിങ്ങളും എൻ്റെ ഒപ്പം കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ ഡേ 1 തൊട്ട് ഓരോ രീതിയിലും നമുക്ക് പയ്യെ ആയിട്ട് ചെയ്തു തുടങ്ങാം. ഞാൻ ഫസ്റ്റിലെ ലീവ്സും ഫ്ലവേഴ്സും പിന്നെ അതേപോലെ ചെറിയ ക്യാരക്ടേഴ്സും ചെറിയ ഈവൻ ട്രാവൽ ഡൂഡ്ലിങ് അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനതിൽ എങ്ങനെ ചെയ്യാമെന്ന് മിനിമമായിട്ട് അത് ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആ ഫ്ലോയിൽ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ 1-2 എണ്ണം കാണിക്കുന്നുണ്ട് എങ്ങനെയാണത് ചെയ്യുന്നത്. ഇതിപ്പം മഷ്റൂമാണ്. ഇതും എൻ്റെ ഒരു റെഫറൻസ് എനിക്ക് കിട്ടിയത് പിൻട്രസ്റ്റിൽ നിന്നാണ്. കണ്ടപ്പോഴത്തേക്കും നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ പിന്നെ റെഫറൻസ് ഇമേജൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും എടുക്കാം വരച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ച് കാണിക്കാമെന്ന്. അതേപോലെ 1-2 എണ്ണം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വരച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഡൂഡിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനിയും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡൂഡിലിംഗ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹാപ്പി ഡൂഡിലിംഗ്. ഞാൻ അടുത്ത ഡൂഡിലിംഗ് വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ എന്താ വരച്ചേക്ക് ഒരു ചെറിയൊരു ഇതിന് ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് തോന്നിയാണ് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് നല്ല അടിപൊളിയായിരിക്കും എന്ന് തോന്നിയപ്പോൾ ഞാൻ ഓർത്തു ആ മഴയും ചെറിയ കപ്പിൻ്റെ പടമൊക്കെ വരച്ചിട്ട് ചെറിയൊരു റെയിനി ഡൂഡിലിംഗ് വരയ്ക്കാമെന്ന് കരുതി. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു എഴുതാൻ അവിടെ ചെറിയൊരു ടെക്സ്റ്റൊക്കെ എഴുതണമെങ്കിൽ എഴുതാം കേട്ടോ. അപ്പോൾ ഒരു പാട്ടും കേട്ട് ഒരു ചായയൊക്കെ കുടിച്ചങ്ങനെ ഇരിക്കുന്നത് എനിക്കൊരു ഫീൽ കിട്ടി. അതിനാണ് ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡൂഡിലിംഗ് എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ്സും ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ചെയ്യുന്നത് ചെറിയൊരു ഇൻട്രോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ തൊട്ട് ഡേ 1 തൊട്ട് ഡേ 1 ഡേ 2 അങ്ങനെ 100 ഡേയ്സ് ഓഫ് ഡൂഡിലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുക. ഡൂഡിലിംഗ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ബൈ.